ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. സുധിയുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഓർഡേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. വലിയൊരു ഫ്ലാറ്റിന്റെ ഓർഡേഴ്സ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ കോടികൾ സമ്പാദിക്കുക എന്നുള്ളൊരു രീതിയിലൊക്കെ കാര്യങ്ങൾ എത്തി നിൽക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ സുധിക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഓപ്പൺ ആക്കണം എന്നുള്ളൊരു ഐഡിയ തോന്നുകയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം അവർ സെറ്റ് ചെയ്യുന്നത് ഒരു ഓഫീസാണ്. ഷോറൂമിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ഓഫീസ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് അവിടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അവിടേക്ക് സ്റ്റാഫിനെ നിയമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ഒക്കെ സുധി നിയമിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സുധിയുടെ മൾട്ടി മില്യണർ എന്നുള്ള സ്വപ്നം നാളെ തന്നെ നടക്കും എന്നുള്ള മട്ടിലാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സുധിയുടെ എടുത്തുചാട്ടങ്ങളെല്ലാം കാണുമ്പോൾ എല്ലാവരും സുധിയെ വാൺ ചെയ്യുന്നുണ്ടെങ്കിലും സുധി അതൊന്നും നടക്കാതെ താൻ എല്ലാം വിചാരിച്ചതുപോലെ നടക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തിന് ശ്രുതി തന്നെ സുധിയുടെ അടുത്ത് ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെയാണ് ഓരോരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. ഈ ഓഫീസ് സെറ്റപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കടവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത് സുധി ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കടം കൊടുക്കാനും ഉണ്ട്. 30 ലക്ഷം രൂപയോളം കടം എടുത്തിട്ടാണ് ഈ ഓഫീസും അതുപോലെ കുറെ സാധനങ്ങളൊക്കെ കടയിലേക്ക് മേടിക്കാൻ വേണ്ടിയിട്ടും സബ് ഡീലേഴ്സിന് ക്യാഷ് കൊടുക്കാനും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി സുധി കടം മേടിച്ചിരിക്കുന്നത്. കുറച്ചുനാള് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പെട്ടെന്ന് സുധിക്ക് വലിയൊരു ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലാറ്റിന്റെ. അവിടെ ഏകദേശം 360ഓളം വീടുകളുണ്ട്. ആ വീടുകളിലേക്കുള്ള എല്ലാ ഫർണിച്ചറുകളും സുധിയുടെ കടയിൽ നിന്ന് മേടിക്കുക എന്നുള്ളൊരു ഡീലർഷിപ്പ് ആയിരുന്നു അവർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഡീലർഷിപ്പ് സൈൻ ചെയ്തിരിക്കുന്ന ഒരു മാഡം ഉണ്ടായിരുന്നു. ആ മാഡത്തിന് പെട്ടെന്ന് ആക്സിഡന്റ് ആവുകയും അതുപോലെ തന്നെ അവർ കോമ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതോടുകൂടിയിട്ട് നമ്മുടെ സുധിയുടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞതുപോലെ ആ ഡീലർഷിപ്പ് ക്യാൻസൽ ആവുക ചെയ്യുന്നത്. കാരണം പുതിയതായിട്ട് വന്ന മാനേജർക്ക് സുധിയുമായിട്ടുള്ള അത്ര നല്ല രസത്തിലല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ആ ഡീലർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഡീലർഷിപ്പ് മൊത്തത്തിൽ ക്യാൻസൽ ആവുക ചെയ്യുന്നത് കേട്ടോ. മുടക്കിയ പണം എല്ലാം വെറുതെ ആവുകയാണ്. അതുമാത്രമല്ല സുധി വലിയൊരു കടക്കാരനാവുകയും ചെയ്യുന്നുണ്ട്. സുധിയുടെ ഈ ഡീലർഷിപ്പ് ക്യാൻസൽ ആയി എന്നുള്ള കാര്യം അറിയുമ്പോൾ തന്നെ കടം കൊടുത്തിരിക്കുന്ന ആള് നേരെ വീട്ടിലേക്ക് വരികയാണ്. അതുവരെ വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു സുധി ഇങ്ങനെ പണം മേടിച്ച കാര്യത്തെ കുറിച്ചിട്ട്. ഉടനെ തന്നെ പണം തിരികെ വേണമെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് കടം കൊടുത്തിരിക്കുന്ന ആള് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. സുധി ഈ കാര്യം വീട്ടിൽ മറിച്ചതിന്റെ പേരിൽ ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് ഉടനെ തന്നെ പണം തിരികെ വേണം. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സുധി പണം അടച്ചിട്ടില്ലെങ്കിലും അച്ഛനും അമ്മയും അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ള ഒരു പേപ്പറിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കുക എന്നാണ്. അതിന് അച്ഛനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷെ എന്തായാലും മകനായി പോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. രവിയുടെ ആ നല്ല മനസ്സും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ വന്ന ആളാണെന്നുണ്ടെങ്കിൽ പലിശ വേണ്ട, മുതൽ മാത്രം അടച്ചു തീർത്താൽ മതി, അതിന് ഇത്രയും സമയം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സുധി ആ പണം അടച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുന്നത്. എന്നാൽ അതിനിടയ്ക്ക് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കളി കളിക്കുന്നുണ്ട് കേട്ടോ. ഹേമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും ഇപ്പൊ വലിയ കൂട്ടാണ്. ഹേമയ്ക്ക് ഈ ഫ്ലവർ അറേഞ്ച്മെന്റ്സിന്റെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ മാത്രമല്ല കുറഞ്ഞ വിലയ്ക്ക് വീടുകളൊക്കെ സ്വന്തമാക്കിയിട്ട് അത് വലിയ വിലയ്ക്ക് വിൽക്കുക എന്നുള്ളൊരു സെറ്റപ്പും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഹേമ ചന്ദ്രമതിയുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ വീട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ഹേമയ്ക്ക് ഒരു ഐഡിയ തോന്നുകയാണ്. വീടിന്റെ ആധാരത്തിന്റെ പേരിൽ ബാങ്കിൽ വെച്ചുകൊണ്ട് ഇവർ ലോൺ എടുത്ത കാര്യത്തെ കുറിച്ചിട്ടൊക്കെ ഹേമയ്ക്ക് അറിയാം. അതിന്റെ മന്ത്ലി പേയ്മെന്റ് അടയ്ക്കണം. പിന്നെ സുധിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മേടിച്ചിരിക്കുന്നതിന്റെ പേയ്മെന്റ് ഒക്കെ അടയ്ക്കണമല്ലോ. ഹേമ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് സുധിക്ക് പണം കൊടുത്തിരിക്കുന്ന ആ പലിശക്കാരനും ഹേമയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഹേമ അയാളുമായിട്ട് സംസാരിച്ചിട്ട് സുധിക്കും ചന്ദ്രയ്ക്കും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാങ്കിൽ നിന്ന് ആ ആധാരം തിരികെ എടുത്ത് തന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ഈടാക്കി വെച്ചുകൊണ്ട് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസയും കൂടി ഇവര് തരാമെന്നു. സുധി പെട്ടെന്നൊന്നും പണം അടച്ചു തീർക്കണ്ട, പതിയെ സൗകര്യം പോലെ അടച്ചു തീർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആധാരം കൈക്കലാക്കുകയാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. ഈ കാര്യത്തില് നമ്മുടെ രവിയുടെ സൈനും കൂടി വേണം. രവി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സുധിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ സൈൻ ഇട്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് ആധാരം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നേരെ ഈ പലിശക്കാരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്കിലല്ല ആധാരം ഉള്ളത്, ഈ പലിശക്കാരന്റെ കയ്യിലാണ് ആധാരം ഉള്ളതെന്നുള്ള കാര്യം വീട്ടിൽ ആർക്കും അറിയില്ല. ഇതിനിടയ്ക്ക് ഒരു സംഭവം നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്ലവേഴ്സ് അസോസിയേഷന്റെ ആൾക്കാരെല്ലാരും കൂടി കൂടിയിട്ട് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്ന ഒരു എലക്ഷൻ നടത്തുന്നുണ്ട്. അതിൽ ഒരു പ്രതിനിധിയായിട്ട് നമ്മുടെ രേവതിയും അതുപോലെ അതിന് എതിരാളിയായിട്ട് നിൽക്കുന്നത് ഹേമയുമാണ്. ഹേമയാണ് സാധാരണയായിട്ട് ഇതിങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അതിലുള്ള ആൾക്കാരുടെ ഒരു ഇത് പ്രകാരം രേവതി ഇത്തവണ പ്രതിനിധിയായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഇത് വരികയും അങ്ങനെ രേവതി നിൽക്കുക എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഹേമയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിയിലൂടെ രേവതി ഈ ഇലക്ഷന് നിൽക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സച്ചിയും അതുപോലെ തന്നെ രവിയുടെ നിർബന്ധ പ്രകാരം അവരുടെ വാക്കിന് മുമ്പിൽ ചന്ദ്രയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണ്. അങ്ങനെ രേവതി ഇലക്ഷന് നിൽക്കുവാണ്. നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ ദിവസം തന്നെ രേവതിക്ക് സപ്പോർട്ടീവായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഈ ഹേമയാണെന്നുണ്ടെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് പണവും അതുപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ രേവതി വേറെ കുറെ നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. ആ
പൂക്കാര അസോസിയേഷനിലെ ആൾക്കാരുടെ മക്കൾക്കൊക്കെ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെ രേവതി ജയിക്കുന്നുള്ള കാര്യം മനസ്സിലാകുമ്പോഴേക്കും എങ്ങനെയും രേവതി ഈ ഇലക്ഷന് പിന്മാറണം. അതിനു വേണ്ടിയിട്ട് ഈ ഇലക്ഷന് രേവതി പിന്മാറണമെന്നുണ്ടെങ്കിൽ ആരെ മുറിവേൽപ്പിച്ചാല് രേവതിക്ക് വേദനിക്കുന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ സച്ചിയെ കത്തികൊണ്ട് കുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹേമ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ സച്ചിയും രേവതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കത്തിയുമായിട്ട് അയാൾ സച്ചിയെ കുത്താൻ വരുന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് രേവതി കയറി നിൽക്കുവാണ്. അങ്ങനെ കുത്ത് രേവതിക്കാണ് കേട്ടോ ഏൽക്കുന്നത്. അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഈ കാര്യം ചെയ്യിപ്പിച്ചത് ഹേമയാണെന്നുള്ള കാര്യം. അങ്ങനെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി തന്നെ ഈ ഇലക്ഷനിൽ ജയിക്കുന്നുണ്ട്. അത് തന്നെ ഹേമയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചി കാറുമായിട്ട് പോകുന്ന സമയത്ത് രേവതിയെ കത്തിയാലെ കുത്തിയ ആളെ വഴിയിൽ വെച്ച് കാണുകയും അവനെ പിടിച്ചിട്ട് അവനെ കൊണ്ട് ആരാണിത് ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഹേമയാണെന്നുള്ള കാര്യം പറയാണ്. ഇതിനെക്കുറിച്ച് പോലീസുകാരെ അറിയിക്കുകയും പോലീസുകാർ ചോദിക്കുമ്പോൾ ഹേമ തന്നെയാണ് ചെയ്യിപ്പിച്ചതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഹേമയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ ഹേമ നിസാരമായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം ഹേമയല്ല, പകരം വേറൊരാളാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അയാളെ സ്റ്റേഷനിൽ നിർത്തിക്കൊണ്ട് ഹേമ പുഷ്പം പോലെ ഇറങ്ങി പോരുക ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം ചെയ്തത് സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ടാണല്ലോ. അവർക്കത് വലിയൊരു അപമാനമായിട്ട് തോന്നിയോണ്ട് തന്നെ അവിടെ വീട്ടിലുള്ളവർക്ക് തിരിച്ചു പണി കൊടുക്കുക എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്കും അതുപോലെ തന്നെ ശ്രുതിക്കും വേണ്ടിയിട്ട് പണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഹേമ അറിയുന്ന പലിശക്കാരൻ. അയാളെയും കൂട്ടിയിട്ട് നേരെ ചന്ദ്രയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അയാൾ ഉടനെ തന്നെ പണം തിരികെ വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് ഇവർക്ക് ആരും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. കാരണം 30 ലക്ഷം രൂപ മേടിച്ചതിന്റെ പലിശയും അതുപോലെ മുതലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മള് ശ്രുതി അടച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എല്ലാവരുടെ വിചാരം. എന്നാൽ അത് മാത്രമല്ല, അതിന്റെ കൂടെ 18 ലക്ഷം രൂപ വേറെയും മേടിച്ചിട്ടുണ്ട്. മൊത്തം 48 ലക്ഷം രൂപയാണ് തിരികെ തരേണ്ടത്. അത് പലിശയും ചേർത്തിട്ട് എനിക്ക് ഇന്ന് തന്നെ കിട്ടണമെന്നാണ് അയാൾ പറയുന്നത്. ഈ 18 ലക്ഷം രൂപ എങ്ങനെയാ മേടിച്ചത്, എന്താ മേടിച്ചത് എന്നുള്ള കാര്യം വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അത് മാത്രമല്ല, ബാങ്കില് ആധാരം ഇരിക്കാന്നാണല്ലോ എല്ലാരും വിചാരിച്ചത്. ആ ആധാരം ഇവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പണം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആധാരം ഞങ്ങൾ ലേലത്തിൽ വെക്കും എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നതോട് കൂടിയിട്ടാണ് ചന്ദ്രമതിയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും കള്ളക്കളികളെല്ലാം പൊളിയുന്നത്. അച്ഛന്റെ സൈന് ശ്രുതിയാണ് ഇട്ടുകൊടുത്തതെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഇതെന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ശ്രുതിയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സച്ചി ചോദ്യങ്ങൾക്ക് മുമ്പിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അമ്മ പറഞ്ഞിട്ടാണ് താൻ ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചന്ദ്രമതിയെ അങ്ങ് ഒറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ശ്രുതിയുടെ കാര്യം വന്നപ്പോഴും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ചേർന്നിട്ടാണ് കള്ളത്തരങ്ങൾ ചെയ്തത്. പക്ഷേ എല്ലാ കുറ്റവും നമ്മുടെ ശ്രുതിയുടെ തലയിലേക്ക് ഇട്ടിട്ട് ശ്രുതി നൈസായിട്ട് എസ്കേപ്പ് ആയല്ലോ. ആ സമയത്ത് ശ്രുതിയെ സപ്പോർട്ട് ചെയ്ത ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ദിവസം ചന്ദ്രയും ഇതുപോലെ തന്നെ ശ്രുതി ഒറ്റപ്പെടുത്തും, അമ്മയ്ക്ക് നല്ല അടി കൊടുത്തിട്ട് ശ്രുതി നൈസായിട്ട് മുങ്ങും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വീട് ലേലത്തിൽ വെക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും സംസാരിച്ച് ഒരു ധാരണയൊക്കെ ആക്കുന്നുണ്ട്. അത് മാത്രമല്ല, സച്ചിയും രേവതിയും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള എല്ലാവരും അവർ പറയുന്ന പേപ്പറിനകത്ത് സൈൻ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം പണം തിരികെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് ഉറപ്പായിട്ടും ഈ വീട് ജപ്തി ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഹേമയുടെ ബുദ്ധിയായിരുന്നു ഈ കാര്യങ്ങളെല്ലാം. അവർക്കറിയായിരുന്നു ശ്രുതിയാണ് കള്ളപ്പൊട്ടത് അച്ഛന്റെ എന്നുള്ള കാര്യം. പക്ഷെ ഒന്നും അറിയാത്തതുപോലെ അവര് വന്നിട്ട് ചന്ദ്രയെ ചതിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനെല്ലാം കാരണം രേവതി ഒറ്റൊരുത്തിയാന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയ്ക്കാണെങ്കിൽ അവിടെ ഒരു വോയിസും ഇല്ലാതാവുകയാണ്. അവരങ്ങ് പോയി കഴിയുന്നതോട് കൂടിയിട്ട് ചന്ദ്രമതിയെ അങ്ങ് കാരണം നോക്കിയിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. എന്നിട്ട് സ്വന്തം മകന് വേണ്ടിയിട്ട് ഇപ്പോഴും ഈ കുടുംബത്തെ ചതിക്കുന്ന പരിപാടി നീ നിർത്തിയിട്ടല്ല അല്ലടി എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിക്ക് കണക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ.